ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വൈകുന്നേരം ഇതാ കോഴികൾ വീണ്ടും താഴെ തന്നെ ഉള്ളത് കേട്ടോ. ഞാൻ പ്രത്യേകിച്ച് തീറ്റൊന്നും കൊടുക്കാത്തതുകൊണ്ട് ഇവർ താഴെ തന്നെ ഉള്ളത്. പക്ഷേ ഇന്ന് നല്ല മഴ ഇങ്ങനെ തുടങ്ങാൻ വേണ്ടി നിൽക്കുന്ന ഒരു ടൈമാണ്. നേരത്തെ മഴ പൊടിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, എന്നാലും കൂടി ഇവർ താഴെ ഉള്ളത്. സമയം ഇപ്പോൾ ഒരു 2:30-3 മണി ആവുന്നതേ ഇല്ലൂ കേട്ടോ. എന്നാൽ തന്നെ ഭയങ്കര ഇരുട്ടാണ്. വീഡിയോ എടുത്തതൊന്നും തീരെ ക്ലിയർ ഇല്ല. അല്ലെങ്കിൽ ചെറിയ ഫോണായതുകൊണ്ട് അത്രേ ക്ലിയർ ഉള്ളൂ. ഇതും കൂടി ആകുമ്പോഴത്തേക്ക് തീരെ ക്ലിയറും ഇല്ല. അപ്പോൾ ഇത് കോഴികളിങ്ങനെ തിന്നുകൊണ്ടിരിക്കേണ്ട നല്ല കാടായിട്ടുണ്ട്. ഇങ്ങോട്ടേക്കെല്ലാം ഭയങ്കര കാടാണ്. പക്ഷെ അവർക്ക് ഇഷ്ടമുള്ള സാധനം എന്താണെന്ന് വെച്ചാൽ മാറ്റി മാറ്റി തിന്നാൻ വേണ്ടി കൈയൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ. ഇപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും അല്ലേ, ഇപ്പോൾ ഈ ഇല തന്നെ കൊടുക്കുന്നതെന്ന്. ഈ ഇലയിൽ തന്നെ ഇവർ കൊത്തിയെടുക്കുന്നത് ഇവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമായിരിക്കും കേട്ടോ. ഇലകളെല്ലാം പല തരത്തിലുള്ളതല്ലേ. നമ്മൾ എന്തെങ്കിലും ഒന്ന് മുറിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് മാത്രമല്ല അവർക്ക് കിട്ടുന്നില്ല. ഇതാകുമ്പോൾ അവരവരുടെ ശരീരത്തിന് വേണ്ട ഇനി കാൽസ്യത്തിൻ്റെ ആയാലും ദഹനത്തിൻ്റെ ആയാലും അങ്ങനെ എന്തിൻ്റെ ആയാലും അവരവരുടെ ആവശ്യമുള്ള സാധനം കൊത്തി തിന്നോളും. ഇവർ ഈ തിന്നുന്ന ഇലകളെല്ലാം കൂട്ടിക്കൊണ്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവർ തിന്നില്ല കേട്ടോ. ഈടുന്ന് തിന്നും പോലെ അവർ കൂട്ടിൽ ഇനി എന്ത് സാധനം കൊണ്ടിട്ട് കൊടുത്താലും കൊത്തി തിന്നൽ കുറവാണ്. കൂട്ടിക്കൊണ്ടുപോയിട്ട് തിന്നതൊന്ന് ശീലിപ്പിക്കണം. ഇല്ല വെച്ചാൽ മഴയെല്ലാം വന്നു കഴിഞ്ഞാൽ ഞാൻ ആകെ പെട്ടുപോകും. മഴക്കാലത്തൊന്നും താഴേക്ക് ഇറക്കാൻ കഴിയില്ല. ഇവിടെയെല്ലാം വെള്ളം കെട്ടി കിടക്കുന്ന സ്ഥലമാണ്. ആ സമയമാകുമ്പോഴത്തേക്ക് ഇതുപോലെ എന്തെങ്കിലും എല്ലാം മുറിച്ചിട്ട് കൊടുക്കാൻ കഴിയുന്നതേ ഇല്ല. മഴ പെയ്ത് കുറച്ച് വെള്ളമെല്ലാം വറ്റിക്കഴിഞ്ഞാൽ ഈ താഴേക്ക് ഇവർക്ക് ഇറങ്ങാൻ തന്നെ കഴിയില്ല. അപ്പോൾ ഈ സമയത്താണ് ഇവർക്കൊന്ന് ആസ്വദിച്ച് ഇലകളെല്ലാം തിന്നാൻ കഴിയുന്നത്. ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പുല്ല് മാത്രമല്ല കേട്ടോ, ഈ വിറകെല്ലാം കൂട്ടിയതിട്ട് കൊണ്ട് തന്നെ അവിടെല്ലാം ചെതൽ അങ്ങനെയുണ്ട്. വെള്ളം നനഞ്ഞുകൊണ്ടെല്ലാം ഓർക്ക് ചെതലെല്ലാം കയറിയതുണ്ട്. അങ്ങനത്തെ സാധനം കിട്ടും. ഇന്നലെ ഞാൻ കുറച്ച് വിറകെല്ലാം ഉണ്ടായതെല്ലാം വൃത്തിയാക്കി. മഴയല്ലേ വരുന്നതെന്ന് വെച്ചാൽ കുറച്ച് ഉണങ്ങിയ മട്ടെല്ലാം കുത്തി. അപ്പോൾ ആടെല്ലാം കുറേ മണ്ണിരി അങ്ങനെയുള്ള പുഴുക്കളെല്ലാം ഉണ്ടായിന്. അപ്പോൾ ഇന്ന് ഇറങ്ങിയപ്പാടെ അതെല്ലാം കേട്ടോ കൊത്തി തിന്നാൻ വേണ്ടി നിന്നത്. അപ്പം നിങ്ങൾ വരിക്കൂലേ എപ്പോൾ ഈ ഇല മാത്രം കൊടുക്കുന്നതെന്ന്. അങ്ങനെയല്ല കേട്ടോ, ഞാൻ ഈ കൊടുക്കുന്ന മെയിൻ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഇവർ ഒന്നിച്ചിരുന്നിട്ട് ഇവർക്ക് ആവശ്യമുള്ള ഇലകൾ കൊത്തി തിന്നാനുള്ള ഒരു സാവകാശം കൊടുക്കും. ഇന്നിപ്പോൾ ഏതായാലും അതിനൊന്നും സമയമില്ല. കാണുന്നില്ല, നല്ല ഇരുട്ടും മൂടി വരികയാണ്. ഇനിയിപ്പം വേഗം കൂട്ടിക്കയറ്റലേ വഴിയില്ലോ. കുറച്ച് പുഴുക്കളി എടുത്തു കൊടുക്കണം. ഇവർക്ക് വേണ്ടി പുഴുക്കളി ഉണ്ടാക്കുന്നുണ്ട്, ബ്ലാക്ക് സോൾജിയർ ഫ്ലൈന. അതിനും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കൂട്ടിനുള്ളിലേക്ക് കുറച്ച് ഗോതമ്പോ എന്തെങ്കിലും ഇട്ടിട്ട് ഇവരെ കൂട്ടിനുള്ളിലേക്ക് ആക്കി കഴിഞ്ഞാൽ ഇന്നത്തെ തീറ്റയും കാര്യമെല്ലാം തീർന്നിട്ടാ. ഇത് നമ്മൾ കൂടിൻ്റെ ബാക്ക് ഭാഗമാണ് കേട്ടോ. ഇവിടെ നല്ല കാടാണ്. ഇവിടെ പിന്നെ സ്ഥിരമായിട്ട് കീരിയിലുള്ള സ്ഥലമാണ്. അതുകൊണ്ടാണ് ഇവരെക്കാളും മുന്നേ ഞാൻ പോയി നിന്നത്. ഇവരങ്ങനെ വരുന്ന അത്രയും കൂട്ടി. അപ്പോൾ ഇവിടെയും പലതരത്തിലുള്ള പുല്ലെല്ലാം ഉള്ളതുകൊണ്ട് അതെല്ലാം കൊത്തി തിന്നു. ഇവിടെ കുറച്ച് അധികം തന്നെയാണ് കേട്ടോ കാട്. അതുകൊണ്ട് ഇവിടെ അധികം നേരം നിൽക്കാൻ എനിക്കും പേടിയാണ്. പാമ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലോ. അതുപോലെ തന്നെയാണ് കേട്ടോ ഈ ഒരു കാലാവസ്ഥ. നേരത്തെ കാലത്ത് ഈ ഇരുട്ടുമൂടി വരുന്ന ഈ കാലാവസ്ഥയിലാണ് ഇവരെ പിടിക്കാനുള്ള ആൾക്കാരെല്ലാം ഇറങ്ങൽ. കീരിയും നായ്ക്കളെല്ലാം ഇഷ്ടം പോലെ വരും. ഈ ഒരു കാലാവസ്ഥയിലാണ് പൊതുവെ എൻ്റെ കൂടിൻ്റെ പരിസരത്ത് നായ്ക്കളും എല്ലാം കോയിനിങ്ങനെ പായ്ക്കൽ. 2-3 പ്രാവശ്യം നായ്ക്കൾ വന്നത് ഇതുപോലെ ഒരു മഴ ടൈമിനാണ്. അവർക്കൊന്നും വരെ ഇവിടുന്ന് കിട്ടൂല എന്ന് കാണുമ്പോൾ ഇതുപോലത്തെ സമയത്തെല്ലാം കൂടിൻ്റെ പറ്റത്തെല്ലാം വന്ന് നിൽക്കലവർ. അതുകൊണ്ട് എല്ലാവരും ഒരു സ്ഥലത്ത് തന്നെ ആക്കിയിട്ട് അവിടെ തന്നെ നിൽക്കാനാണ് എനിക്ക് കുറച്ചും കൂടെ ധൈര്യം. അല്ലെങ്കിൽ പിന്നെ 4 വൈക്കൊക്കെ ആയിട്ടുണ്ടെങ്കിൽ കഴിയൂല. പേടിയാണ്, ഇടന്ന വന്ന് പിടിക്കുകയെന്ന് പറയാൻ കഴിയില്ല. തിന്നാൻ കൊടുക്കാമെന്ന് വെച്ചാൽ ഇഷ്ടംപോലെ ചേമ്പിൻ്റെ ഇലയും അതുപോലെ അപ്പുറമെല്ലാം നടന്നു കഴിഞ്ഞാലും കപ്പക്കേൻ്റെ ഇലയെല്ലാം ഇഷ്ടംപോലെ കിട്ടും. പക്ഷേ ഇവരെന്തിട്ടും കൂട്ടിൻ്റെ ഉള്ളിൽ കൊണ്ട് മുറിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാലും തിന്നുന്നില്ല. പിന്നെ കുറച്ച് ദിവസമായിട്ട് ഞാനിപ്പോൾ കെട്ടി തൂക്കിയിട്ട് കൊടുക്കലുണ്ട്. അന്നേരം ഇങ്ങനെ എൻ്റെ തട്ടത്തിനെല്ലാം കുറച്ച് കുറച്ച് കൊത്തി തിന്നുന്നുണ്ട് അത്രയില്ല. ഞാൻ എൻ്റെ ഇപ്പോൾ ഇങ്ങനെ ഇരുന്നിട്ട് നോക്കിയാണ് ഇവരെന്ത് പുല്ലായി തിന്നുന്നതെന്ന്. ഇവരെപ്പരം ഇങ്ങനെ എത്ര സമയം ഇരിക്കണം എന്ന് പറഞ്ഞാലും ഞാനിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഇവരെപ്പരം ഇങ്ങനെ ഇരിക്കാൻ. കൊത്തി തിന്നുന്നത് ഇങ്ങനെ നോക്കി നിൽക്കാനും പുല്ലേതാന്നെല്ലാം നോക്കി വെക്കാനും അങ്ങനെ എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവരോട് ഇങ്ങനെ കണ്ടത്തിലെല്ലാം ഇരിക്കാൻ. സമയമില്ലാത്തതിൻ്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ കേട്ടോ. അതും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയാട്ടീനി. അതുകൊണ്ട് അതിപ്പോൾ കുറച്ച് നേരം ഇളക്കിയിട്ട് വേഗം കൂട്ടിക്കൊണ്ട് കയറ്റാനെല്ലാം പോകുന്നത്. ഇല്ലെങ്കിൽ വൈകുന്നേരം സമയം കുറേ ആയാലും ഞാനിങ്ങനെ ഇളക്കലുണ്ട്. ഇന്ന് പിന്നെ മഴക്കാറായതുകൊണ്ട് അധികം നേരം ഇളക്കാനും കഴിയൂല. അതുമല്ല സാധാരണ ഈ സമയത്തെല്ലാം ഞാൻ ഇവരെ ഇളക്കൽ. ഈ സമയം ഞാനിവിടെ ഉണ്ടാവലില്ല. ഞാൻ മോനെയും കൊണ്ട് ഇങ്ങനെ പോകുന്നതുകൊണ്ട് ഈ സമയം ഞാൻ ഉണ്ടാവലില്ല. അപ്പോൾ ഇന്നിപ്പോൾ അവനെയും കൊണ്ട് പോകണ്ട. അതുകൊണ്ട് ഞാൻ വെച്ച് മഴക്കാറും അല്ലേ, വേഗം എന്തെങ്കിലും തിന്നിട്ട് വയർ നിറക്കണം നിറച്ചോട്ടെ എന്ന് വെച്ചിട്ട് കൂട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഇളക്കി വിട്ടതാണ്. ഈ പുല്ലാണ് കേട്ടോ അവർ നല്ലോണം തിന്നുന്നത്. പുല്ലല്ല, ഈ കാണുന്ന കുഞ്ഞ് പൂമ്പൊടി പോലെ കാണുന്നുണ്ടാ, ഈ സാധനം തിന്നുന്നട്ടാ. ഈ പുല്ലിൻ്റെ പേരെന്താണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇതിനകത്തില്ലേതായി പൊടി പൊടി പോലെ നിൽക്കുന്ന അത് കൊത്തി തിന്നുന്നേ കാണും നല്ലോണം. അതിങ്ങനെ കൊത്തിയെടുക്കുന്നത് കാണാൻ നല്ല രസമുണ്ടായി. ഞാൻ ചെന്തുന്ന ഇങ്ങനെ തിന്നുന്നതെന്ന് വെച്ചിട്ട് അടുത്ത് പോയി നോക്കിയതാണ്. അപ്പോഴത്തേക്ക് അതിൻ്റെ ഈ അരിമണി പോലത്തെ സാധനം ഇങ്ങനെ കൊത്തി കൊത്തി എടുക്കുകയാണ്. കൊത്തി തിന്നതൊന്ന് വീഡിയോ എടുക്കാൻ നിൽക്കുമ്പോഴത്തേക്ക് ഞാൻ കൊത്തുന്നൊന്നും എടുക്കണ്ടെന്ന് പറഞ്ഞാൽ തിരിഞ്ഞെടുക്കുകയാണ്. ഇവരെ കൂട്ടിയിട്ട് വളർത്തിയ സമയത്തൊന്നും എനിക്ക് ഇത്രയും ഒരു ഉഷാറ് തോന്നിയിട്ടില്ല കേട്ടോ. നന്ന ചെറുതാണ്ടായിന്. 2 മാസം കഴിഞ്ഞ് 2-2.5 മാസം കഴിഞ്ഞതിന് ശേഷം തോന്നുന്നു ഞാൻ പുറത്തിറക്കാൻ തുടങ്ങിയിന്. അതിന് ശേഷമാണ് ഇവർ പെട്ടെന്ന് നല്ല ഉഷാറ് വെക്കാൻ തുടങ്ങി. ഒരാഴ്ച കൊണ്ട് തന്നെ നല്ലൊരു ഉഷാറ് എനിക്ക് തോന്നി.
എനിക്ക് തോന്നുന്നു കൂട്ടിനുള്ളിൽ തന്നെ ആകുമ്പോൾ നമ്മൾ എന്തെങ്കിലും കൊണ്ടിട്ടെടുക്കുന്നത് അത് മാത്രം കഴിക്കുന്നതുകൊണ്ടായിരിക്കും. ഇങ്ങനെ ഇളക്കി വിട്ട് മേയ്ക്കാൻ കഴിഞ്ഞാലാണ് അത്രയും നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇനിയിപ്പോൾ സമയമില്ല എന്നെല്ലാം പറയുന്ന ആൾക്കാർക്ക് പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. കൂട്ടിനുള്ളിൽ തീറ്റിയിട്ട് കൊണ്ട് കൊടുക്കാനേ കഴിയുള്ളൂ. എനിക്കും ഒരുപാടൊന്നും സമയമില്ല, എന്നാലും ഇല്ല സമയം ഞാൻ ഇവരെ ഇതുവരെ ഇളക്കിയിട്ട് ഇവരെ കൂടി ഇങ്ങനെ പുറത്തിരിക്കും. അപ്പോൾ അതെല്ലാം ഒരു സന്തോഷം, അവർക്കും ഒരു സന്തോഷം, നമുക്കും ഒരു സന്തോഷം. തീറ്റച്ചെലവ് കുറക്കാൻ കഴിയുന്നില്ല സന്തോഷം നമുക്ക്, വയറ് നിറയുന്നില്ല സന്തോഷം അവർക്ക് ഇഷ്ടമുള്ള സാധനമെല്ലാം കൊത്തി തിന്നാലേ. ഈ തെങ്ങിൻ്റെ പറ്റത്തിൽ ഒരുപാട് ഇലകളുണ്ടായിരുന്നു കേട്ടോ. എന്താ പറയുക, ഒരു വള്ളിച്ചെടി, ഒരു പയറു ചെടി പോലത്തെ ഒരു വള്ളിച്ചെടി, അല്ല പയറിൻ്റെ ഇലയുടെ ഷേപ്പായിന് ഉണ്ടായതേ. പക്ഷേ വള്ളിയിൽ നിറച്ചും മുള്ളുമാണ്. അത് ഒരുപാടുണ്ടായി. ഈ തെങ്ങിനെ മൊത്തം മൂടിയിട്ട് തന്നെ ഉണ്ടായിരുന്നു. തെങ്ങിൻ്റെ ആ വേരും അങ്ങനെ മേലോളം തന്നെ ഉണ്ടായി. ഞാൻ ഈ മുമ്പേ ഇട്ടൊരു വീഡിയോസിൻ്റെ അകത്തെല്ലാം ആ ചെടി അങ്ങനെ ഉണ്ടായി. ഇവരതൊന്ന് കണ്ടോ അന്ന് ആ ചെടീൻ്റെ കഷ്ടകാലം തുടങ്ങി. ഒന്നും ബാക്കി വെച്ചിട്ടില്ല കേട്ടോ, എല്ലാം കൊത്തി തിന്നിന്. ഇങ്ങനെ കാലിയാക്കി വെച്ചിന്, അതിൻ്റെ മുട്ട അടിച്ച് വെച്ചണക്കായില്ലേ. തിന്നിട്ട് എല്ലാവരും ഇപ്പോൾ ഏകദേശം ഒരു സ്ഥലത്തെത്തിയിട്ടുണ്ടേ. എന്നെ കണ്ടതുകൊണ്ട് ആദ്യം തിരിച്ചു വരികയെന്ന്. ഇനിയിപ്പോൾ ഏതായാലും കുറച്ചധികം സമയം ഇപ്പോൾ താഴെ നിൽക്കാൻ തുടങ്ങിയിട്ട്, മഴ നല്ലോണം പൊടിയാൻ തുടങ്ങി. ഇനിയിപ്പോൾ ഏതായാലും ഇവരെ മേലേക്ക് മേലേക്ക് ആക്കിയിട്ട് നമ്മൾ പുഴുവിനെ കൊടുക്കാൻ എല്ലാം റെഡിയെല്ലാം ആക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിനെടുത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഞാൻ നേരത്തെ പുഴുക്കളെ വേഗം കോരിയിട്ട് കൊടുത്ത് അവർ ഏകദേശം തിന്നുകൊണ്ടിരിക്കുകയാണ്. വയറ് നിറഞ്ഞിട്ട് വന്നുകൊണ്ട് അത്ര വലിയ ഇൻട്രസ്റ്റ് ഇല്ല, എന്നാലും കുഴപ്പമില്ല. ഞാനിങ്ങനെ ചെയ്ത് കൊടുക്കൽ. അപ്പോൾ ആ കൂട്ടിൻ്റെ ഇതില്ലേ ടാങ്കിൻ്റെ അകത്താണ് ഞാൻ ഇതുണ്ടാക്കൽ, പുഴുക്കളി ഉണ്ടാക്കൽ. എന്താ പറയുക, നമ്മുടെ അടുക്കളയിലുള്ള എല്ലാ വേസ്റ്റും സാധനങ്ങളും പച്ചക്കറി വേസ്റ്റെല്ലാം അതിനകത്ത് കൊണ്ടിടും. അപ്പോൾ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കൊണ്ട് അതിൽ പുഴുക്കളുണ്ടാവും. പിന്നെ എനിക്ക് സ്ഥിരമായിട്ട് പുഴുക്കളെ കിട്ടും. ഞാനങ്ങനെ കാത്തിക്കേണ്ടി വരില്ല. കാരണം ഒരു പ്രാവശ്യം ഇട്ടിട്ട് ഒരു 5-6 ദിവസം കാത്തിക്കേണ്ടി വന്ന്, 5-6 ദിവസം അതിൽ കൂടുതലോ കാത്തിക്കേണ്ടി വന്നു എന്ന് തോന്നുന്നു. അതിന് ശേഷമാണ് എനിക്ക് പുഴുക്കളെ കിട്ടാൻ തുടങ്ങിയത്. പക്ഷേ കിട്ടാൻ തുടങ്ങിയതിന് ശേഷം പിന്നെ എനിക്ക് കാത്തു നിൽക്കേണ്ടി വന്നിട്ടില്ല, ഒരു ദിവസം പോലും കാത്തിക്കേണ്ടി വന്നിട്ടില്ല. കാരണം പിന്നീട് എല്ലാ ദിവസവും നമ്മൾ ഡെയിലിയിൽ എല്ലാ വേസ്റ്റും കൊണ്ടിടും. ഭക്ഷണത്തിൻ്റെ വേസ്റ്റ് ആയാലും പച്ചക്കറീൻ്റെതായാലും അതുപോലെ ഫ്രൂട്ട്സ് ആയാലും പിന്നെ ഈ മീനിൻ്റെ വേസ്റ്റില്ലേ, നമ്മൾ മീൻ മുറിച്ച് കഴിഞ്ഞതിൻ്റെ തലയും കാര്യങ്ങൾ അങ്ങനെയെല്ലാം അതിൽ തന്നെയാണ് കൊണ്ടിടുന്നത്. അങ്ങനെ ദിവസം ഇടുന്നത് കൊണ്ട് പിന്നെ എനിക്ക് പുഴുക്കൾ ഉണ്ടാകാൻ വേണ്ടി കാത്തിരിക്കേണ്ടി വന്നിട്ടില്ല കേട്ടോ. അങ്ങനെ അതിനകത്ത് പുഴുക്കൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് ദിവസം എനിക്ക് ഇവർക്ക് കൊടുക്കാൻ കിട്ടുന്നതുകൊണ്ട് ഇവരാവശ്യത്തിനുള്ള പുഴുക്കൾ എനിക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ പുഴുക്കളെല്ലാം തിന്നിട്ട് കൂടിൻ്റെ അതിൻ്റെ തന്നെ അടിവശത്തു നിന്നെല്ലാം മണ്ണിൽ തന്നെ അതെല്ലാം കുത്തി തിന്ന തിരക്കിലാണ്. ഇനിയിപ്പോൾ ഏതായാലും തെളിച്ച് വേഗം കൂട്ടിൻ്റെ ഉള്ളിലേക്ക് ആക്കണം. മഴക്കാറെല്ലാം നീങ്ങിയിട്ട് ചെറിയൊരു വെളിച്ചം വന്നിട്ടുണ്ട്. ചെറുങ്ങനെയില്ലു, എന്നാലും ഇനി പുറത്ത് വിടുന്നില്ല. കാരണം കുറച്ച് നേരം അധികമായില്ലേ മെയിന്. എത്ര നേരം വരെ എനിക്ക് അവരുടെ കൂടെ അങ്ങനെ ഇനി ഇരിക്കാൻ കഴിയില്ല. ഇനി ഏതായാലും ഉള്ളിലേക്ക് കയറ്റാൻ വേണ്ടി പോവേന്ന് കേട്ടോ. എൻ്റെ അമ്മോ, ഞാൻ വീഡിയോ പിടിക്കുന്നതിൻ്റെ ദേഷ്യം കാണിക്കുന്നതാണോ ഇനി ഇതിൽ വന്നിട്ട് പോസ് ചെയ്യുന്നതാണോ ഒന്നും മനസ്സിലാവുന്നില്ല. അല്ലേ കൊത്തുമെന്നറിയില്ല, അത്രയും ദേഷ്യത്തിലെങ്ങാണ്ടാന്ന് തോന്നുന്നു, എന്തോ പറയുന്നു കാര്യമായിട്ട്. അപ്പോൾ ഇത് പുഴുക്കളിൽ അടികൂടി തിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം പുഴുക്കളെ എടുക്കാൻ വേറൊരു സിസ്റ്റമാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിന്. വട്ടേൻ്റെ മേലെ പച്ച നെറ്റ് വെച്ചിട്ട് അതിനകത്ത് ഇത് കോരിയിട്ട് താഴേക്ക് വീണ് അങ്ങനെയല്ലാണ് അത് കൂട്ടിനുള്ളിൽ കൊണ്ടുവച്ച്. അപ്പോൾ ഇവർ ചെറുതുണ്ടായ സമയത്ത് കൂട്ടിൻ്റെ ഉള്ളിൽ കൊണ്ടുവച്ച് കൊടുക്കേണ്ടതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ഇപ്പോൾ എനിക്ക് നല്ല അടിപൊളി പാത്രം കിട്ടിയിട്ടുണ്ട്. ഇത് വേണ്ട ഒരു തട്ടാണ്. അതിപ്പോൾ അടുക്കളയിൽ പാത്രം വെക്കുന്നതെല്ലാം ഉണ്ടായതാണ്. പഴയതായതുകൊണ്ട് പുറത്തെടുത്തിട്ടാലും ഞാൻ വെച്ചെന്നാൽ പിന്നെ ഇങ്ങനെ ചെയ്ത് നോക്കാം. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് കൂടുതൽ എളുപ്പമായി. ഇവരിങ്ങനെ ഒന്നാമത് ഇളക്കി വിടുന്നതല്ലേ, അതുകൊണ്ട് കൂട്ടിനുള്ളിൽ വെച്ച് കൊടുക്കേണ്ട പണിയൊന്നുമില്ല. അപ്പം വേസ്റ്റ് വാറ്റിയത് ഇതുപോലെ മേലെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഹോൾസിലേക്ക് കൂടെ താഴോട്ടേക്ക് വന്ന് വെക്കുമ്പോൾ നല്ല സിമ്പിളായിട്ട് അവർക്ക് തിന്നാനും കഴിയും. എനിക്ക് വൃത്തിയാക്കിയിട്ട് എടുത്ത് കൊടുക്കുന്ന ഒരു പണി കുറഞ്ഞും കിട്ടി. അതുകൊണ്ടിപ്പം നല്ല സമാധാനമാണ് കോഴികളെ പുഴുക്കളെ കൊടുക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ് ഇപ്പോൾ കൊടുക്കാൻ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞത് കോഴികളെ കൂട്ടിലേക്ക് കയറ്റാൻ പോവുകയാണ്. 1-2 ആൾക്കാർ താഴെ എന്നെ ഉണ്ടത്രേ. ഇതൊക്കെ തിന്നിട്ട് വീണ്ടും താഴേക്ക് ഇറവി തിന്നാൻ വേണ്ടി പോയിട്ടായില്ല. ഇനിയിപ്പോൾ അവരെല്ലാം തെളിച്ച് മേലോട്ടേക്ക് ആക്കണം, കൂട്ടിലേക്ക് ആക്കണം. അപ്പോൾ കൂട്ടിലാക്കാൻ വേണ്ടി ഞാൻ കുറച്ച് പച്ചരിയും തവിടും കൂടി എടുത്തിട്ട് കൂട്ടിനുള്ളിൽ കയറിയിട്ട് വിളിക്കാം. അതാകുമ്പോൾ അവർ വേഗം എത്തിക്കോളും. അപ്പോൾ ഇത് അരിയും ഇതെല്ലാം കണ്ടപാട് തന്നെ ആൾക്കാർ ഓടി വന്നിട്ടുണ്ട് കേട്ടോ. എൻ്റെ കയ്യിൽ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ തന്നെ അവർ അടുത്തുള്ളവരെല്ലാം വേഗം ഓടി വരും കണ്ടവരെല്ലാം. അപ്പോൾ അവരെല്ലാം ഓടി വന്നു. പിന്നെ കുറച്ചാളും കൂടെ വരാണ്ടത്രേ. ഇനി അവരെയും കൂടെ ഉള്ളിലേക്ക് ആക്കിയിട്ട് കൂട് കൂട്ടാം. അപ്പോൾ ഇതാ എല്ലാവരും എത്തിയിട്ടുണ്ട് കേട്ടോ. എന്നാലും സമയം ഏകദേശം 4 മണി ആയതേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഈ സമയത്താണ് ഞാൻ ഇവരെ പുറത്തേക്ക് വിടുന്ന ഒരു സമയം. ഉച്ചക്ക് കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ വൈകുന്നേരം ഈ ഒരു സമയമാകുമ്പോൾ എത്തൽ. അന്നേരം ഞാൻ പിന്നെ ഇവരും വീണ്ടും തുറന്നെടുക്കൽ. എത്ര തീറ്റ കൊടുത്തിരുന്നു പറഞ്ഞാലും എനിക്ക് പിന്നെ ഒരു സമാധാനം ഉണ്ടാവില്ല. എന്താ ചെയ്യുക, വിശക്കൂലി എന്നുള്ളൊരു ഇതായിരിക്കും. അപ്പോൾ ഞാൻ ചെന്നാൽ പിന്നെ കുറച്ച് പുഴുക്കളയും കൂടെ കുറച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ എടുത്ത് കൊടുക്കാം. ഏകദേശം ഇട്ട് കൊടുത്ത അരിയും ഇതെല്ലാം തിന്ന് തീർക്കട്ടെ. അത് കഴിഞ്ഞിട്ടാകുമ്പോൾ കുറച്ച് BSF ലാർവേനെയും കൂടി എടുത്ത് കൊടുക്കുക. അതും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. ഇനി പിന്നെ എന്തോ ടെൻഷനാണ്, രാവിലെ വരെ ഇനി ഇവർ ഇതിൻ്റെ തന്നെ കിടക്കണ്ടേന്ന് വെച്ചിട്ട്. അതിപ്പോൾ ഏകദേശം തിന്ന് കഴിഞ്ഞ പാടന്നെ ഞാനിതാ ചാക്കെല്ലാം വിരിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ പുറത്തുനിന്ന് ലാർവേനെ എടുക്കുന്ന ആ തട്ട് ഞാനിപ്പോൾ ഈ കൂട്ടിനുള്ളിൽ കൊണ്ടുവച്ചിട്ടായില്ല. ഇതിപ്പോൾ ഇങ്ങനത്തെ കൂടായതുകൊണ്ട് എനിക്കിങ്ങനെ കൊടുക്കാൻ എന്താ പറയുക ഭയങ്കര എളുപ്പമാണ് കേട്ടോ. ലാർവേനെ കൊടുക്കാമെന്ന് വെച്ചാലും പുറമേ നിന്നാകുമ്പോൾ ഞാൻ പുറത്തുനിന്ന് എടുക്കണം, ക്ലീൻ ചെയ്യണം, കഴുകി വൃത്തിയാക്കി അങ്ങനെ കൂട്ടിനുള്ളിൽ കയറ്റല്. ഇതാകുമ്പോൾ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അതിനകത്തുള്ള ഷീറ്റ് വിരിച്ച് ഇത് തട്ടും കൊണ്ടുവച്ചതിന് ശേഷം ടാങ്കിൻ്റെ അകത്ത് നിന്ന് ലാർവേനെ വേറൊരു പാത്രത്തിൽ കോരിക്കൊണ്ടുവന്നിട്ട് തട്ടിലേക്ക് തട്ടിക്കൊടുക്കുക ചെയ്തിട്ടാ. പുഴുക്കളിങ്ങനെ താഴോട്ടേക്ക് വീഴുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെ താഴേക്ക് വീഴുന്നതിന് മുന്നേ മേലിൽ തന്നെ ആൾക്കാർ അകത്താക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഒരു വീഡിയോയിലുള്ളത്. എന്നാൽ പ്രത്യേകിച്ചൊന്നുമില്ല, ഞാൻ സ്ഥിരമായി ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് മഴയും കൂടി ആയതുകൊണ്ട് കുറച്ച് നേരത്തെ വേഗം ചെയ്ത് കൊടുത്തു, അത്ര തന്നെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.